ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ കിഡിലിനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സ്പെഷ്യലായിട്ട് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് 2 സ്പൂണോളം കസ്കസ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. കൂടാതെ 2 ലെമൺ എടുത്തിട്ടുണ്ട്, പുതിന ഇല, ഇഞ്ചി ചെറുതായി പീസാക്കി കട്ട് ചെയ്തത്, റൂഹ് അഫ്സയുടെ സിറപ്പ്, ബീട്രൂട്ടിൻ്റെ നീരത് തികച്ചും ഓപ്ഷണലി ആണ്, ഷുഗർ, തണുത്ത വെള്ളവും ഐസ് ക്യൂബും ഉപയോഗിക്കാം. ഞാനിവിടെ തണുത്ത വെള്ളം മാത്രമേ ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളൂ. ഒരു ജഗ്ഗിലോട്ട് നമുക്ക് ലെമൺ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരൊരു ജഗ്ഗിലോട്ട് ഒഴിക്കാം. അതിനുശേഷം കസ്കസ അതിലോട്ട് ചേർത്തു. പിന്നീട് 4 സ്പൂണോളം റൂഹ് അഫ്സയുടെ സിറപ്പ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. മൊത്തം 4 സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കളറ് കുറച്ച് മതി എന്നുള്ളവർ 3 സ്പൂൺ ചേർത്താൽ മതി. അതിൽ കൂടുതൽ നല്ല കളറ് വേണ്ടവർ 4-5 സ്പൂൺ ചേർക്കാം. പിന്നീട് 1 സ്പൂണോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കുക. അത് തികച്ചും ഓപ്ഷണലി ആണ്. കളർ നന്നായിട്ട് തോന്നിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുതായി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും അതിലോട്ട് ചേർക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 4 സ്പൂണോളം ഷുഗർ ആഡ് ചെയ്തു. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം ലെവലിൽ മധുരം നിൽക്കാനായിട്ട് ഒരു 4 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുള്ളൂ. 7 ഗ്ലാസ് ഡ്രിങ്കിനാണ് ഞാൻ 4 സ്പൂണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. റൂഹ് അഫ്സയുടെ സിറപ്പ് എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും, ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ് റമദാൻ പ്രമാണിച്ച്. പിന്നീട് നല്ല തണുത്ത വെള്ളം ആ ജഗ്ഗിലോട്ട് ഞാൻ ഒഴിച്ചു. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഒരു മീഡിയം കളർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. റൂഹ് അഫ്സയുടെ ആ 4 സ്പൂണോളം സിറപ്പ് ഒഴിച്ചതിന് ശേഷമുള്ള കളറാണ് ഇത്. 4 സ്പൂണിൻ്റെ കറക്റ്റ് ഒരു മീഡിയം കളറാണ്. അതുകൊണ്ട് അതിനുശേഷം ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ആ റൂഹ് അഫ്സയുടെ ഡ്രിങ്ക് ഒഴിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ റമദാൻ സ്പെഷ്യലായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റൂഹ് അഫ്സയുടെ സിറപ്പും കൊണ്ട് തയ്യാറാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു 2 പുതിനയുടെ ഇലയൊക്കെ അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക് യു.